ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ഇതല്ലേ ഇക്വേഷൻ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ മൊളാലിറ്റി എം 1 ആണെന്ന് ഇരിക്കാം. 1 എന്ന് പറഞ്ഞാൽ 1 മോൾസ് പെർ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ ടി കെ ബി ഈക്വൽ ടു ഡെൽറ്റ ടി ബി. എന്താ ഡെൽറ്റ ടി ബി? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദെർഫോർ എന്ന് പറയാം കെ ബി ഈസ് വാട്ട്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഫോർ 1 മോളാർ സൊല്യൂഷൻ. Elevation of boiling point for 1 molar solution. Clear? Elevation of boiling point for 1 molar solution. അത് പറയാൻ വിട്ടുപോയി. എന്തുകൊണ്ട് നമ്മളിവിടെ മൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ? കാരണം മൊളാരിറ്റി എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ മാറ്റം വരും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൊളാരിറ്റി കുറയും. ഏത് കുറയും? മൊളാരിറ്റി. മാസ് വോളിയം റിലേഷൻഷിപ്പ് ഉള്ളത് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസമല്ലേ സ്റ്റഡി ചെയ്യുന്ന ഇത് പ്രകാരം. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? മൊളാരിറ്റി. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് കെ ബി? കെ ബി ഈസ് ദി എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഫോർ 1 മോളാർ സൊല്യൂഷൻ. ദാറ്റ് ഈസ് എത്രയാണ്? ഇപ്പോൾ എത്രയാണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? ശരിക്ക് നമ്മളെ ഇത് 100.15 എന്നൊക്കെ പറയും. നിങ്ങൾ 100 പറഞ്ഞാൽ മതി. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ അതിലേക്ക് 1 മോൾ ഗ്ലൂക്കോസ് ഞാൻ ചേർത്തപ്പോൾ, 1 കിലോഗ്രാം വെള്ളം എടുത്തു, അതിലേക്ക് 1 മോൾ ഗ്ലൂക്കോസ് ചേർത്തപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് സപ്പോസ് ഒരു 101.5 ആയി. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി കൂടി? 100 എടുത്താൽ 100.15 എടുക്കണമെന്നില്ല, കിട്ടില്ലേ? അതൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അത് കൊണ്ട് വേണ്ടി വരും. ഞാനിപ്പോൾ ബോർഡ് എക്സാമിൻ്റെതാണ് അതേ പറയുന്നത്, കിട്ടുക. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എടുക്കുക. അപ്പോൾ 100.15 ഡിഗ്രി 100.15 അല്ല 101.5 ഡിഗ്രി സെൽഷ്യസ് ആയി. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി കൂടി? 1.5. ആ 1.5 ആണ് കെ ബി. പക്ഷേ വെള്ളത്തിൻ്റെ കെ ബി വെള്ളത്തിൻ്റെ കെ ബി 0.52 ആണ്. 0.52 ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ കെ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ കെ ബി കോൺസ്റ്റൻ്റ് ആവാനുള്ള കാരണം ഇപ്പോൾ 1 മോൾ ഗ്ലൂക്കോസോ 1 മോൾ യൂറിയയോ ഈ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേറെ ഏതെങ്കിലും ഒരു സൊല്യൂട്ട് നോൺ ഇലക്ട്രോലൈറ്റ് 1 കിലോഗ്രാം വെള്ളത്തിൽ ചേർത്താലേ എത്ര ഡിഗ്രി കൂടും ബോയിലിംഗ് പോയിന്റ്? 0.52. ഓക്കെ, അപ്പോൾ 100.52 ഡിഗ്രി ആവും എപ്പോഴും. അപ്പോൾ കെ ബി എന്തായി? കോൺസ്റ്റൻ്റ്. അപ്പോൾ കെ ബി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? കെ ബി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സോൾവെൻറ്റ്. വെള്ളത്തിന് പകരം വേറെ സോൾവെൻ്റ് ആണെങ്കിൽ കെ ബി മാറും, കേട്ടില്ലേ? അപ്പോൾ കെ ബി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോൾവെൻറ്റിനെയാണോ സൊല്യൂട്ടിനെയാണോ? കെ ബി ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സോൾവെൻ്റ് നേച്ചറിന്, കേട്ടില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ല, ഈ പ്രോപ്പർട്ടി ഏതിൻ്റെയാണ്? ഈ കെ ബി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഏതിൻ്റെയാണ്? സോൾവെൻറ്റിൻ്റെ. മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടെ പറയാം. വാട്ട് ഈസ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എം? If m equal to 1 moles per kilogram, what is Kb? Delta Tb. Therefore, what is Kb? Kb is the elevation of boiling point for 1 molar solution. Clear ആയല്ലോ? ഓക്കെ, അപ്പോൾ എത്രയാണ് Kb for water? Kb for water എത്രയായിരിക്കും? പറഞ്ഞില്ലേ? 0.52 Kb for water. ഈ യൂണിറ്റ് ഓഫ് Kb കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. എന്താണ്? ഡെൽറ്റ ടി ബി ഈക്വൽ ടു എത്ര? KBM അല്ലേ? KBM. അങ്ങനെയാണ് വാട്ട് ഈസ് KB ഈക്വൽ ടു ഡെൽറ്റ ടി ബി ബൈ എം. ഓക്കെ, ഡെൽറ്റ ടി ബി ബൈ എം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, ഡെൽറ്റ ടി ബി ബൈ എം എന്താ? ഡെൽറ്റ ടി ബിയുടെ യൂണിറ്റ് ഒന്നിക്കൽ കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ്. ഉദാഹരണത്തിന് 5 ഡിഗ്രി സെൽഷ്യസിന് 4 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് എത്ര കിട്ടും? 1 ഡിഗ്രി സെൽഷ്യസ്. അതേ 5 ഡിഗ്രി സെൽഷ്യസിന് പകരം അത് കെൽവിനാക്കി മാറ്റിയാലും തന്നെയാണ് അതന്നെ കിട്ടും. 273 5 എത്രയായി? 278. മനസ്സിലായോ? ആ 278 എത്ര കുറക്കേണ്ടത്? 274 കുറക്കണം. അപ്പോഴും സെയിം ഡിഫറൻസ്. 278 അല്ല ഞാൻ പറഞ്ഞത്. 5 ഡിഗ്രി സെൽഷ്യസിന് 4 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുകയാണെങ്കിൽ 1 ഡിഗ്രി അത് കിട്ടും. ഡിഗ്രി കിട്ടുക. അത് സെൽഷ്യസ് എഴുതാൻ തന്നെയോ കെൽവിൻ എഴുതാം, വ്യത്യാസമില്ലാന്ന്.
ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആയാലും കെൽവിൻ ആയാലും കുഴപ്പമില്ല. കിട്ടില്ലേ? കാരണം നമ്മൾ ഡിഗ്രി സെൽഷ്യസ് നിന്ന് ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ കിട്ടുന്ന സാധനം ഡിഗ്രിയാണ്. കെൽവിൻ കുറച്ചാൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഡിഗ്രിയാണ്. അത് കെൽവിൻ എഴുതാം, സെൽഷ്യസ് എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതേണ്ടതുകൊണ്ട് കെൽവിൻ എഴുതി. ഡിവൈഡ് ബൈ ചെയ്ത് മോൾസ് പെർ കിലോഗ്രാം. മോൾസ് പെർ കിലോഗ്രാം അല്ലേ ഏതിൻ്റെ യൂണിറ്റ്? മൊളാലിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഈ കിലോഗ്രാം മുകളിലേക്ക് ഇല്ലേ? അപ്പോൾ നമുക്ക് കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 എഴുതാം. പഠിച്ചില്ലേ? സോ വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് കെ ബി? കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1. അപ്പോൾ കെ ബി ഫോർ വാട്ടർ ഈക്വൽ 0.52 ഒന്നിക്കിൽ കെ എം റേസ് ടു -1, കെ എം റേസ് ടു -1, ഓക്കെ, ഓർ കിലോഗ്രാം കെൽവിൻ പെർ മോൾ. ഓക്കെ, കിലോഗ്രാം കെൽവിൻ പെർ മോൾ. അപ്പോൾ എല്ലാവർക്കും കെ ബിയുടെ ഡെഫിനിഷൻ മനസ്സിലായില്ലേ? ക്ലിയർ? ഇനി ഈ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് എങ്ങനെ എലവേഷനോ ബോയിലിംഗ് പോയിന്റ് മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്ന അറിയണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഒന്നുമില്ല, നമുക്ക് ആ ഇക്വേഷൻ ഫൈനൽ ഇക്വേഷൻ മാത്രമേ വേണ്ടൂ. എന്നാലും ഞാനൊന്ന് ഡിറൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെൽറ്റ ടി ബി എന്താ നമുക്ക് കിട്ടിയത്? ഡെൽറ്റ ടി ബി കെ ബി എം അല്ലേ കിട്ടിയത്? ഇനി ഞാൻ ഈ മൊളാലിറ്റിയെ മാത്രം ഇത് മാറ്റി ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മൊളാലിറ്റി N2/W1, N2/W1 മോൾസ് പെർ കിലോഗ്രാം. N2/W1 മോൾസ് പെർ കിലോഗ്രാം. എന്താ N2? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താ W1? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇനി എന്താ N2 ഞാൻ W2 ഡിവൈഡഡ് ബൈ M2 തന്നിട്ടുണ്ട്. W2/M2. അവിടെ W2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ 2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണെന്ന്. ഇത് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ക്ലിയർ? അപ്പോൾ N2 = W2/M2. ഇനി W1 അല്ലേ? ഈ W1 കിലോഗ്രാമാണ്. ഇത് ഞാൻ വലിയ W1 ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ W1 ആണ് തന്നതെങ്കിലോ ഇത് കിലോഗ്രാമിൽ, ഈ W1 ഗ്രാമിൽ. അതിനെങ്ങനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇതും ഗ്രാമാണ്, ഇതും ഗ്രാമാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തിനാണ് ഞാൻ ഇപ്പം W1/1000 ആക്കി മാറ്റിയത്? ഈ ചെറിയ W1 എന്താ? മാസ് സോൾവെന്റ് ഇൻ ഗ്രാം. പക്ഷെ അത് ഓൾറെഡി എന്തിലേക്ക് മാറി? /1000 ചെയ്തപ്പോൾ കിലോഗ്രാമിലേക്ക് മാറി. അപ്പോൾ ഈ W1 ആണിത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് M = W2/M2 W1/1000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? 1000 W2 W1/M2. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡെൽറ്റ ടി ബി = KBM, M = N2/W1. ഇവിടെ N2 എന്താ? നേരത്തെ പഠിച്ചാണല്ലോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താ ഈ W1? മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം ആണോ കിലോഗ്രാം ആണോ? കിലോഗ്രാമാണ്. അടുത്ത ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കണം. N2 എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളിക്കുലർ മാസ് അല്ലേ? അപ്പോൾ W2/M2. എന്താ W2? മാസ് ഓഫ് സൊല്യൂട്ട്. എന്താ M2? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി എന്താ ഈ W1 ക്യാപിറ്റൽ W1 അല്ലേ? അത് ഗ്രാം ആണോ കിലോഗ്രാം ആണോ? കിലോഗ്രാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ തരുമ്പോൾ രണ്ടും എന്ത് വരും? ഗ്രാം വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമിനെ ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്യാപിറ്റൽ W1 = സ്മോൾ W1/1000. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്താണ് ഈ സ്പേസിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഡെൽറ്റ ടി ബി = KB × 1000 W2/W1/M2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് M2 = 1000 KB W2/W1 × ഡെൽറ്റ ടി ബി. ക്ലിയർ ആയില്ലേ? ഈ ഇക്വേഷൻ ബോർഡ് എക്സാമിനാകുമ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കില്ല. നമുക്ക് ആ ബോർഡ് എക്സാമിനാകുമ്പോൾ ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ചോദിക്കാം. കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് വേറെ തന്നെ പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ തരും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. എന്ന് പറയുമോ KB നിങ്ങൾക്ക് തരും, വെള്ളമാണെങ്കിൽ തരില്ല. എത്ര വെള്ളത്തിന് KB? 0.52 അല്ലേ? എന്താ KBയുടെ യൂണിറ്റ്? കിലോഗ്രാം കെൽവിൻസ് പെർ മോൾ അല്ലേ? ഓക്കെ, KB വാട്ടറിൻ്റെ KB. ബോർഡ് എക്സാമിനാണെങ്കിൽ വാട്ടറിൻ്റെ KBയും തരും കേട്ടോ. ഇത് രണ്ടും
മാസാണ്. അതിൽ 2 സോല്യൂട്ട് 1 സോൾവെൻറ്റ് 2 ഗ്രാമിലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയേ, മുകളിലല്ലേ W2, താഴെയല്ലേ W1. മുകളിൽ ചെറിയ മാസ്, കാരണം എപ്പോഴും നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ സൊല്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും, സോൾവെൻറ്റിനേക്കാൾ കുറവായിരിക്കില്ലേ. അപ്പോൾ ആ W2 എന്ന് പറഞ്ഞാൽ ചെറിയ മാസ്. ഇപ്പോൾ 5 ഗ്രാം ഗ്ലൂക്കോസ് ഇൻ 500 ഗ്രാം വാട്ടർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് W2 എത്ര? 5. W1 500. ക്ലിയർ ആയോ? ഡെൽറ്റ ടി ബി നിങ്ങൾക്ക് അറിയാം. വാട്ട് ഇസ് ഡെൽറ്റ ടി ബി? ടി ബി മൈനസ് ടി നോട്ട് ബി. നിങ്ങൾക്ക് ടി ബി ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നു. ഫോർ എക്സാമ്പിൾ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ ഒന്നിക്കിൽ 101 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 374 കെൽവിൻ ആണെങ്കിൽ വെള്ളമാണ് സോൾവെൻ്റ് എങ്കിൽ എത്രയായിരിക്കും ഡെൽറ്റ ടി ബി? 1 അല്ലേ? എങ്ങനെ കിട്ടി? 101 മൈനസ് 100 അല്ലെങ്കിൽ 374 മൈനസ് 373. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തരും. ഇപ്പം ഞാൻ ഇപ്പോൾ പ്രോബ്ലം ആയിട്ട് ചെയ്യിക്കണില്ല, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഞാൻ തന്നാലേ മെറ്റീരിയൽസ് നിങ്ങളിപ്പോൾ കളക്ട് ചെയ്തതിന് ശേഷം നോക്കിയാൽ മനസ്സിലാവും, പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ബോർഡ് നോക്കുക. എലിവേഷനും ബോയിലിംഗ് പോയിന്റും വഴി മെത്തേഡ് വഴി ഏത് എങ്ങനെയാണ് മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഒരു കൊളിഗേറ്റ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആക്കി. ഇനി ഒന്നാമത്തെ കൊളിഗേറ്റ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയാൽ രണ്ടാമത്തെ കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ബോർഡ് നോക്കിയിട്ട് ഒന്നും കൂടെ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. നോക്ക്. യെസ്, അപ്പോൾ ഇക്വേഷൻ എന്താ കിട്ടിയത്? M2 = 1000 kb W2 by W1 ഡെൽറ്റ ടി ബി. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ കൊളിഗേറ്റ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇത്ര സമയം എടുക്കേണ്ട അടുത്ത പ്രോപ്പർട്ടിക്ക് കിട്ടില്ലേ? കാരണം ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിന് പകരം ഏത് നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കുറച്ചുകൂടി എളുപ്പമാവും. ഏത് പഠിച്ചതുകൊണ്ട്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പഠിച്ചുകൊണ്ട്. ഓക്കെ, ദെൻ ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൻ്റെയും ഇപ്പം ഞാൻ പറഞ്ഞത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൻ്റെയും ഗ്രാഫിക് ഉണ്ട്. ആ ഗ്രാഫ് ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരും, ഇതും കൂടെ പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ആദ്യം ബോയിലിംഗ് പോയിന്റ് നേരത്തെ പറഞ്ഞു തന്നു. അതേപോലെ എന്താ ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിഡ് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഒരേ വേപ്പർ പ്രഷർ ഏത് ടെമ്പറേച്ചറിലാണോ അതിനെന്ന് വിളിക്കും ഫ്രീസിംഗ് പോയിന്റ്. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റാണ് ഐസ്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റാണ് നമ്മൾ സാധാരണ പറയുന്നത് വാട്ടർ. ആ വാട്ടറും ഐസിൻ്റെയും വേപ്പർ പ്രഷർ 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഒരേ വേപ്പർ പ്രഷർ ആവുക. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര പറയുന്നത്? 0 ആണെന്ന് പറയുന്നത്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ ഫ്രീസിംഗ് പോയിന്റ്? ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു 1 atmos. എന്താണ്? ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു 1 atmos ഈസ് കോൾഡ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ചേർത്താൽ നേരത്തെ നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. വേപ്പർ പ്രഷർ കുറയും. അന്ന് ആ സമയത്ത് ബോയിലിംഗ് പോയിന്റ് കൂടിയിരുന്നു. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിനെ ചേർത്താൽ ഫ്രീസിംഗ് പോയിന്റ് കുറയും. നമുക്കറിയില്ലേ, ജമ്മു കാശ്മീർ പോലെ ഉള്ള അതിശൈത്യമുള്ള സ്ഥലങ്ങളിൽ പിന്നെ എന്താ ചെയ്യുക? കാൽസ്യം ക്ലോറൈഡ് വിതറും. എന്തിനു വേണ്ടിയിട്ട്? ആ വലിയ മഞ്ഞിനെ ഉരുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതെന്താ കാരണം എന്ന് വെച്ചാൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് കാൽസ്യം ക്ലോറൈഡ്. അത് ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. അതിൻ്റെ അർത്ഥം -10 ഒക്കെ ഉള്ള ആ ടെമ്പറേച്ചറിൽ അതെന്ത് ചെയ്യും? ഉരുകി വെള്ളമായിട്ട് പോകണ്ടേ? എന്നാലേ ആ വലിയ മഞ്ഞുകൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. മനസ്സിലായോ? മഞ്ഞുകട്ടകൾ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഓർമ്മിക്കുക, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ചേർത്താൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടായ ഗ്ലൂക്കോസ് വോളറ്റൈൽ സോൾവെൻറ്റായ വെള്ളത്തിലേക്ക് ചേർത്താൽ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയില്ലേ? വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ
ആ വേപ്പർ പ്രഷർ വെള്ളത്തിൻ്റെ അത് ആ സൊല്യൂഷനിലുള്ള വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സൊല്യൂഷനിലുള്ള വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ഐസിൻ്റെ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവണം. അത് ഏതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ മാത്രമേ സാധ്യമാവൂ? 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ. അപ്പോൾ ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. ഒന്നുകൂടെ പറയാം. നോൺ വോളറ്റൈൽ സൊല്യൂട്ടായ ഗ്ലൂക്കോസ് വോളറ്റൈൽ സോൾവെൻ്റായ വെള്ളത്തിലേക്ക് ചേർത്താൽ എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ കുറയും. ഈ വേപ്പർ പ്രഷർ കുറഞ്ഞ അവസ്ഥയിൽ ആ സൊല്യൂഷൻ ഏത് നമ്മളിപ്പം ഗ്ലൂക്കോസിന് സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലേ, ആ സൊല്യൂഷനിലുള്ള വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ സോൾഡ് സ്റ്റേറ്റായ ഐസിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കുന്നു, വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കുന്നു, ചൂടാക്കുന്നു, ഉപ്പ് വെള്ളം ചൂടാക്കുന്നു. അപ്പോൾ അതിൽ വെള്ളവും മാത്രമാണോ തിളക്കുക, അല്ല വെള്ളവും ഉപ്പും രണ്ടും പാടെ തിളക്കുമോ? നിങ്ങൾ പറയും വെള്ളവും ഉപ്പും രണ്ടും പാടെ തിളക്കും. പക്ഷെ തിളക്കില്ല. ഏത് തിളക്കില്ല? വെള്ളം തിളക്കൂ. കാരണം വെള്ളം വോളറ്റൈലായ സാധനത്തിന് മാത്രമേ ഏതുള്ളൂ? വേപ്പർ പ്രഷർ എന്ന ടേമുള്ളൂ. വോളറ്റൈലായ ഒരു സാധനത്തിന് മാത്രമേ ഏത് ടേമുള്ളൂ? വേപ്പർ പ്രഷർ സാധനമുള്ളൂ. ഇപ്പോൾ കയ്യിൽ കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസ് ഇങ്ങനെ വേപ്പറായി പോവോ? ഇല്ല. അപ്പോൾ എന്താ സംഭവം? നോൺ വോളറ്റൈലായ സാധനം വോളറ്റൈലായ ഏത് ലിക്വിഡിലേക്ക് ചേർക്കുമ്പോൾ ആ നോൺ വോളറ്റൈലായ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല? വേപ്പറായി മാറുന്നില്ല. അപ്പോൾ വേപ്പറായി മാറിയാലല്ലേ എന്നുണ്ടാവുള്ളൂ? വേപ്പർ പ്രഷർ ഉണ്ടാവുള്ളൂ. വേപ്പർ പ്രഷർ എന്ന ടേം ഉണ്ടെങ്കിലല്ലേ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഗ്ലൂക്കോസും കുറച്ച് വെള്ളവും എടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചാലേ ഏതാ ഫ്രീസ് ചെയ്യുക? വെള്ളം മാത്രമാണോ ഫ്രീസ് ചെയ്യുക? വെള്ളവും ഗ്ലൂക്കോസും രണ്ടും പാടെയാണോ? വെള്ളം മാത്രം. മനസ്സിലായോ? ഉപ്പും വെള്ളവും അല്ലെങ്കിൽ ഗ്ലൂക്കോസും വെള്ളവും ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആക്കിയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളം മാത്രമാണോ തിളക്കുക? ഗ്ലൂക്കോസും വെള്ളവും രണ്ടും കൂടിയാണ് തിളക്കുക? വെള്ളം മാത്രമേ തിളക്കൂ. എന്താ കാരണം? ഗ്ലൂക്കോസിന് വേപ്പറായി മാറാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഐഡിയ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഐഡിയ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. കുറച്ച് കൺഫ്യൂഷനുള്ള ഏരിയ അതുകൊണ്ടാണ് പറയേണ്ടത്. വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് added to a volatile solvent, vapor pressure decreases. അതിൻ്റെ റീസൺ നേരത്തെ എഴുതിയിട്ടുണ്ട്. therefore the vapor pressure of liquid in the solution, is equal to that of liquid solvent in the solution. Correct. Liquid solvent in the solution is equal to that of the solid solvent only at a temperature lower than the freezing point of pure solvent. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതായത് ഞാൻ ഗ്ലൂക്കോസും വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വെള്ളവും ഗ്ലൂക്കോസും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയല്ലോ. ആ വേപ്പർ പ്രഷർ കുറഞ്ഞതുകൊണ്ട് ആ സൊല്യൂഷനിലുള്ള വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ വെള്ളത്തിൻ്റെ സോൾഡ് സ്റ്റേറ്റായ ഐസിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവണമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ മാത്രമേ സാധിക്കൂ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? therefore എന്ത് പറയാം? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ, അതിന് നമ്മൾ TF എഴുതും. ലെസ് ദാൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ, എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ TF ലെസ് ദാൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്.
T0F. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ അതല്ലേ ഡെൽറ്റ ടി എഫ്. അപ്പോൾ ആ ഡെൽറ്റ ടി എഫ് കണ്ടുപിടിക്കുമ്പോൾ ഏത് നില കുറക്കേണ്ടത്? T0F നിന്ന് TF ആണോ കുറക്കേണ്ടത്, അല്ല TF നിന്ന് T0F ആണോ? T0F നിന്ന് TF. എന്താ കാരണം? T0F അല്ലേ വലുത്. അപ്പോൾ T0F മൈനസ് ചെയ്ത് TF. ചെറിയ വ്യത്യാസമേ. നേരത്തെ TB മൈനസ് T0B ആയിരുന്നു, ഇപ്പോഴോ T0F മൈനസ് TF. ക്ലിയർ ആയില്ലേ? ഇതിന് നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. സോ എന്ത് പറയാ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, കറക്റ്റ് ഡെഫിനിഷൻ കേട്ടോ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് delta TF is the പറഞ്ഞോളൂ, is the difference between freezing point of pure solvent and freezing point of solution. Clear? Difference between freezing point of pure solvent and freezing point of solution. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഡെഫിനിഷൻ എത്തി? ഡെൽറ്റ ടി എഫിൻ്റെ ഡെഫിനിഷൻ എത്തി. ഇനി എളുപ്പമാണ്, കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്യില്ലേ? എന്താണ്? ഇത്രയേ ഉള്ളൂ. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു വോളറ്റൈൽ സോൾവെന്റിലേക്ക് ചേർത്താൽ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് ആ സൊല്യൂഷനിലുള്ള ലിക്വിഡ് സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ, അതായത് വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ, അതിൽ ഐസിൻ്റെ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ മാത്രമേ പറ്റൂ. അതാണ് ഞാൻ വേർഡ്സിലാക്കി എഴുതിയത്. എന്താണ്? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെന്റ് ദി വേപ്പർ പ്രഷർ ഡിക്രീസസ്. Therefore, the vapor pressure of liquid solvent in the solution is equal to that of the solid solvent only at a temperature lower than the freezing point of pure solvent. Okay, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് കൺക്ലൂഡ് ചെയ്തു. സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് സോൾവെന്റിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ സോൾവെന്റ് ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറക്കണം. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫിൻ്റെ ഡെഫിനിഷൻ കിട്ടി. എന്താണ് ഡെൽറ്റ ടി എഫിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എന്ത് സൊല്യൂഷൻ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പോലെയുള്ള ഒരു ചെറിയ വർക്ക് ശ്രദ്ധിക്കാം. ഡെൽറ്റ ടി എഫ് പ്രപ്പോർഷണൽ ടു എം എങ്ങനെ മനസ്സിലായി? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ വ്യത്യാസം മൊളാലിറ്റി കൂടുന്നു പറഞ്ഞിട്ടില്ലേ? അതേപോലെ പരീക്ഷണത്തിലൂടെ മനസ്സിലായതാണ് ഇത് ഡെൽറ്റ ടി എഫ് പ്രപ്പോർഷണൽ ടു എം. അപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് ദാറ്റ് എന്താ ഡെൽറ്റ ടി എഫ് പ്രപ്പോർഷണൽ ടു എം. അത് നേരത്തെ പറഞ്ഞു, 1 മോൾ ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർത്താൽ ഉണ്ടാകുന്ന ഡെൽറ്റ ടി എഫിനേക്കാൾ കൂടുതലുണ്ടാവും 2 മോൾ ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക്. അപ്പോൾ മൊളാലിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും? ഡെൽറ്റ ടി എഫ് കൂടും. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ എഫ് ഇൻറ്റു എം. ഈ കെ എഫിനെ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. എന്താ പറയുക? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിനെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താ വിളിക്കുക? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് എം കിട്ടിയില്ലേ? ഇത് നമ്മൾ നേരത്തെ കെ ബിയെ ഡിഫൈൻ ചെയ്യാൻ എന്താണോ ടെക്നിക്ക് ഉപയോഗിച്ചത് അതുപോലെ തന്നെ കെ എഫിനെ ഡിഫൈൻ ചെയ്യാം. ഒരു പണിയില്ല. ഇഫ് എം ഈക്വൽ ടു 1 മോൾസ് പെർ കിലോഗ്രാം നേരത്തെ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കെ എഫ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ്. അപ്പോൾ 1 മോളാർ സൊല്യൂഷൻ്റെ ഡെൽറ്റ ടി എഫ് എത്രയാണോ അതാണ് കെ എഫ്. ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി വെള്ളത്തിലേക്ക്
ഞാൻ കുറച്ച് 1 മോൾ ഗ്ലൂക്കോസ് ചേർത്തപ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു, ഒരു 99 ഡിഗ്രി സെൽഷ്യസ് ആയി. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? വെള്ളത്തിൻ്റെ ആണെങ്കിൽ കറക്റ്റായിട്ട് പറയാം 1.86 പറയാം. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര? വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ് എത്ര? 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇഫ് m = 1 മോൾസ് പെർ കിലോഗ്രാം, kf = ഡെൽറ്റ ടി എഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എത്ര വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ്? 0 ഡിഗ്രി സെൽഷ്യസ്. 1 മോൾ ഗ്ലൂക്കോസ് വെള്ളത്തിൽ ചേർത്താലേ എത്രയായി? 1.86 ഡിഗ്രി കുറയും. അപ്പോൾ -1.86 ഡിഗ്രി സെൽഷ്യസ് ആവും. അതേപോലെ തന്നെ ഏത് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് 1 മോൾ യൂറിയ ചേർത്താലും എത്ര തന്നെ? -1.86 ആണ്. അപ്പോൾ എത്ര കുറയുന്നത്? 1.86 ഡിഗ്രി അല്ലേ കുറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ KF എത്ര? 1.86. അതിൻ്റെ അർത്ഥം KF is the depression of freezing point for KF is the depression of freezing point for 1 molar solution. 1 molar solution. Depression of freezing point for 1 molar solution. ക്ലിയർ ആയല്ലോ? ഇനി എത്രയാ KF എന്ന് പറയുന്നത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ്? സോൾവെന്റിൻ്റെ പ്രോപ്പർട്ടിയാണോ സൊല്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണോ അല്ല സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണോ? സോൾവെന്റിൻ്റെ. അതുകൊണ്ടാണ് KF ഫോർ വാട്ടർ എന്ന് എഴുതിയത്. ഇപ്പോൾ പറഞ്ഞില്ലേ 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് 1 മോൾ ഗ്ലൂക്കോസ് ചേർത്താലും 1 മോൾ യൂറിയ ചേർത്താലും 1.86 ഡിഗ്രി കുറയല്ലേ. അപ്പോൾ KF ഫോർ വാട്ടർ ഈസ് ഈക്വൽ ടു 1.86 കിലോഗ്രാം കെൽവിൻ പെർ മോൾ. കിലോഗ്രാം കെൽവിൻ പെർ മോൾ. ഓക്കെ, കിലോഗ്രാം കെൽവിൻ പെർ മോൾ. ക്ലിയർ ആയില്ലേ? ഇതേ യൂണിറ്റ് തന്നെയാണ് ഏതിനും KB ക്കും. ഓക്കെ, അപ്പോൾ KF ഫോർ വാട്ടർ ഈസ് ഈക്വൽ ടു 1.86.